പ്രിയപ്പെട്ടവരെ, പത്രധർമ്മം എന്ന് വെച്ചാൽ ഒരാളിനോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണോ? ഒരാളിനോട് ചോദ്യം ചോദിച്ച ആ ആള് ഉത്തരം പറഞ്ഞാൽ വീണ്ടും അതേ ചോദ്യം വീണ്ടും ചോദിക്കുന്നത് ശരിയാണോ? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഉത്തരം പറയേണ്ടത് ഞാനാണ്, ഞാനത് ശരിയായി മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരം പറയാൻ. ഇതൊക്കെ പറഞ്ഞ് വിശദമായിട്ടുള്ള ഉത്തരവും കൊടുത്ത് എന്നിട്ടും സെയിം ചോദ്യം വീണ്ടും ചോദിക്കുന്നു. ഇതാ ഒന്ന് നോക്കാം. മുഖ്യമന്ത്രിയോടൊരു ചോദ്യം ചോദിച്ചു. അതിന് മുഖ്യമന്ത്രി മലയാളത്തിലും ഇംഗ്ലീഷിലും മറുപടി കൊടുത്തു. അത് കൊടുത്ത് തീർന്ന ഉടനെ വീണ്ടും ആ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ ചോദിക്കുന്നു. ആർക്കായാലും ദേഷ്യം വരില്ലേ? മുഖ്യമന്ത്രി പക്ഷേ സംയമനം പാലിച്ചു. ഇത്ര നേരം ഉറങ്ങുമായിരുന്നു അവിടെ ഇരുന്ന്. റൈഡിനെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വിശദീകരണം കഴിഞ്ഞ് വീണ്ടും അതേക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകയോട് ഇത്രയും നേരം ഉറങ്ങുകയായിരുന്നോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. ഒരേ ചോദ്യം വീണ്ടും ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഉറങ്ങുകയായിരുന്നോ എന്ന്. എന്നിട്ട് അടുത്തൊരാൾ വീണ്ടും ചോദിക്കുകയാണ്. മുഖ്യമന്ത്രിയോട് 12 പ്രാവശ്യം ചോദിച്ചിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്ന്. 12 തവണ ചോദിച്ചിട്ടും തുടർന്ന മൗനം തെറ്റായ സന്ദേശം നൽകില്ല എന്ന ഒരു മാധ്യമപ്രവർത്തകയുടെ, ഒരു സ്ത്രീയുടെ ചോദ്യത്തെ പരിഹസിച്ച ഒരു മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോയ വിധമാണ്. നിലപാടിനെ തരാതരം പോലെ വ്യാഖ്യാനിക്കുന്ന താങ്കളുടെ മറുപടികളിൽ ഉറങ്ങിപ്പോകാത്തത് കൊണ്ടാണ് സാർ ആർജവത്തോടെ വീണ്ടും ചോദിക്കാൻ അവൾക്കായത്. അടുത്ത് വീണ്ടും ചോദിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരാൾ പറയാണ് 12 പ്രാവശ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞില്ല, ഒരു സ്ത്രീയാണ് ചോദിച്ചത്. അടുത്തൊരാൾ വീണ്ടും പറയുന്നു അവൾ വളരെ ആർജവത്തോട് ചോദിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. മുഖ്യമന്ത്രി വളരെ വിശദമായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഇതാ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്, കേട്ടോക്ക് എന്താണ് പറഞ്ഞതെന്ന്. മുഖ്യമന്ത്രിക്ക് എന്താണ് ഇതിലൊക്കെ പങ്കെന്ന് ഒന്നും മനസ്സിലാക്ക്. മുഖ്യമന്ത്രി ഭരിക്കാൻ വന്നേലേ ഉള്ളൂ. ഇതുപോലെ പിണറായി വിജയൻ സാറിനെ ഒരുപാട് ആൾക്കാർ ഉപദ്രവിച്ചു. മാധ്യമ പ്രവർത്തകരുടെ ഉപദ്രവം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദേഷ്യം വന്നത്. ശരിയല്ലേ ഞാൻ പറയണേ? അദ്ദേഹം പ്രായം ചെന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ എന്തുമാത്രം കഷ്ടപ്പെടുത്തി നിങ്ങൾ. ഇനി അടുത്തൊരാൾ വന്നു, അദ്ദേഹം പറയുന്ന പോലെ സത്യസന്ധമായിട്ടുള്ള ന്യൂസ് ഇട്, അതല്ലേ എൻ്റെ ശരി. ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എപ്പോഴാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ എനിക്ക് തരണം. നിങ്ങളോടാണ് ഞാൻ മറുപടി പറഞ്ഞില്ല, മൗനി ബാബയാണ് 12 പ്രാവശ്യം ചോദിച്ചു. എങ്ങനെ ചോദിച്ചതെന്നറിയാം? ഒന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പം ചോദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അകത്ത് കയറി കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും മൈക്ക് വെച്ച് ചോദ്യം. ഞാൻ കേരള ഹൗസിലേക്ക് കയറുമ്പോൾ ചോദ്യം, ഇറങ്ങുമ്പോൾ ചോദ്യം. പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഒരു മൈക്ക് എൻ്റെ മുഖത്ത് വന്നാണ് ഇടിച്ചത്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പം നിങ്ങളോട് രഹസ്യമായിട്ട് പറയാം, എൻ്റെ മുഖത്താണ്. ഞാൻ ഒന്നും പറഞ്ഞില്ല, സത്യം. എന്നിട്ട് എന്നോട് അപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല. എപ്പോഴാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ ദയവ് ചെയ്ത് എനിക്ക് തരാം. ദയവ് ചെയ്ത് എപ്പോഴാണ് ഒരു കാര്യത്തിൽ മറുപടി പറയാൻ വേണ്ടേ? അത് ഞാൻ പഠിച്ചിട്ടല്ലേ പറയേണ്ടത്, മനസ്സിലാക്കിയിട്ടല്ലേ പറയേണ്ടത്, ഉചിതമായ സമയത്തല്ലേ പറയേണ്ടത്. ഞാൻ അങ്ങനെ ഒളിച്ചോടുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തി തുടങ്ങിയില്ലേ നിങ്ങളോട്? എത്ര പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാ അവസരങ്ങളും തന്നു? അപ്പം നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം പോലെ തന്നെ എനിക്ക് മറുപടി പറയാനുള്ള അവകാശം കൂടി എനിക്ക് തരണം. എന്നിട്ട് 12 പ്രാവശ്യം ചോദ്യം ചോദിച്ചിട്ട് പോയില്ല. 12 പ്രാവശ്യം, നിങ്ങൾക്ക് 24 പ്രാവശ്യം ചോദ്യം ചോദിക്കുക. എനിക്ക് മറുപടി പറയേണ്ട സമയം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അതെനിക്ക് തരണം, റിക്വസ്റ്റാണ്. ഇതെന്താണ് സംഭവം? ഇതൊരു കേസ് ഓൾറെഡി കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ്. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ് ആണല്ലോ. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവർ നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇതിൻ്റെ അകത്ത് എന്ത് റോളാണ്? ഒരു റോളും ഇല്ല സംസ്ഥാന ഗവൺമെന്റ്. ഞങ്ങളെ അറിയിച്ചിട്ട് പോലുമില്ല, പോലീസിനെ അറിയിച്ചിട്ടില്ല. അവരവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ നേരത്ത് പോലീസിനെ അറിയിച്ചിട്ടില്ല. ചെയ്ത എന്താണ്? ആഭ്യന്തര വകുപ്പ് ചെയ്ത് ഞാൻ ആഭ്യന്തരമന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹമാണ് അവിടെ ആൾക്കൂട്ടം കൂടുന്നത് കണ്ടിട്ട് അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകരുത് എന്ന് കരുതി അങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്ന വിവരം ഗവൺമെന്റിനോ പോലീസിനോ അറിയില്ലാതിരുന്നിട്ടും അദ്ദേഹം പോലീസിനെ വിട്ട അദ്ദേഹമാണ്. കുറേ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആ സമീപനം ശരിയാണോ? ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആളുകളെ, സ്ത്രീകളുള്ള ആളുകളെ
ഒരു സംഘം ക്രിമിനലുകളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു സംഘം ആക്രമിച്ച കാർ തല്ലിപ്പൊളിക്കുന്നു, അതിനകത്തുള്ളവരെ മർദ്ദിക്കുന്നു. അത് ക്രമസമാധാന ലംഘനമാണ്, ഒഫൻസാണ്. അത് ഒരു കാരണവശാലും അനുവദിക്കില്ല, ഒരു കാരണവശാലും അനുവദിക്കില്ല. ഒരു സെൻട്രൽ ഏജൻസി വന്ന് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ അവിടെ ഇതിൻ്റെ അകത്ത് നടന്നു. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണം കൂടിയല്ലേ ഇത്? ഞങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമാണ്. ആ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസിയെ കുറിച്ച് ഞങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു. 4 കൊല്ലം മുമ്പുണ്ടായ കേസാണ്. ഇതുവരെ ഒന്നും അവർ ചെയ്തിട്ടില്ല. ഈ അധികാരത്തിൽ നിന്ന് LDF ഗവൺമെന്റ് താഴെ ഇറങ്ങുന്നത് വരെ ഒന്നും ചെയ്തില്ല അവര്. പിന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പുറത്തിറങ്ങി വന്നിട്ട് രാഹുൽ ഗാന്ധിയാണ് കുറ്റപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധിയാണ് റെയ്ഡിന് ആളെ വിട്ടത്. അദ്ദേഹം പ്രധാനമന്ത്രിയെയോ BJP നേതാക്കളെയോ BJP സർക്കാരിനെയോ ആരെയും കുറ്റപ്പെടുത്തിയില്ല, ഒരാളെ കുറ്റപ്പെടുത്തിയില്ല. അദ്ദേഹം കുറ്റം പറയാനുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? രാഹുൽ ഗാന്ധിക്കെതിരായി കേസ് വന്നപ്പോൾ അന്വേഷിക്കാൻ വന്ന ആളുകളുടെ വാഹനം കോൺഗ്രസ്സുകാരെ വിട്ട് തല്ലിപ്പൊളിക്കുകയാണോ ചെയ്ത്? അല്ല. അദ്ദേഹം 55 മണിക്കൂർ തുടർച്ചയായിരുന്നു, പല പ്രാവശ്യമായിട്ട് തുടർച്ചയായി ആ കേസുമായിട്ട് സഹകരിച്ചു, ഇല്ലേ? ആ കേസുമായിട്ട് സഹകരിച്ചു. അത് രാഷ്ട്രീയമായി എടുത്തിരിക്കുന്ന ഒരു കേസാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങളതിനെ രാഷ്ട്രീയമായി എതിർത്തു. ഈ കേസ് എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെതിരായി കേസെടുത്തിരിക്കുന്നത് രാഷ്ട്രീയമാണെങ്കിൽ CPM-ന് രാഷ്ട്രീയമായി പ്രതിഷേധിക്കാം. ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ തലേദിവസമല്ലേ ഈ കേസിലെ ഒരു കക്ഷി കോടതിയിൽ പോയപ്പോൾ കോടതി ആ അന്വേഷണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് കോടതി പോയപ്പോൾ ആ പെറ്റീഷൻ തള്ളി അന്വേഷണം തുടരണമെന്ന് ഏജൻസിയോട് ആവശ്യപ്പെട്ടത്? അപ്പൊ നിയമപരമായ വഴിയല്ലേ അന്വേഷണം ഉള്ളത്? അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് ഈ റെയ്ഡ് നടത്തിയതിനെയും ഈ അന്വേഷണം നടക്കുന്നതിനെയും വിമർശിക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്താ അധികാരമുള്ളത്? ഞങ്ങൾക്ക് അങ്ങനെ പറയാമോ? ഞങ്ങളങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം നടക്കുന്ന കേസിൽ, കോടതി അനുവദിച്ച അന്വേഷണം നടക്കുന്ന കേസിൽ ആ അന്വേഷണം നടത്താൻ പാടില്ല, അന്വേഷണം ഇങ്ങനെ വേണം, അന്വേഷിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് പറയാമോ? ഞങ്ങൾ അതിന്റെ കോമ്പീറ്റന്റ് അതോറിറ്റി ആണോ? ഞാൻ വളരെ ജെന്യൂനായിട്ട് ചോദിക്കുകയാണ് നിങ്ങളോട്. ഞങ്ങൾ അതിന്റെ കോമ്പീറ്റന്റ് അതോറിറ്റി അല്ല, ഞങ്ങൾക്ക് അതിൻ്റെ അകത്തില്ല. ഞങ്ങൾക്ക് ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ അതിനകത്ത് ഇടപെട്ടു ശക്തിയായ നടപടികൾ സ്വീകരിക്കും. അത് തെറ്റാണ്, അത് ആവർത്തിക്കാൻ പാടില്ല. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഗുരുതരമായ കുറ്റകൃത്യമാണ് അവിടെ നടന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയും അവരുടെ വാഹനം അടിച്ചു തകർക്കുകയും ചെയ്ത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് നിലപാടുണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പൊ ഇത്ര നേരം ഉറങ്ങുമായിരുന്നു അവിടെ ഇരുന്ന്? മുഖ്യമന്ത്രി വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായി കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ചെന്ന് ഇടന്ന് ചോദിക്കരുതേ 12 പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിനെ കേട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൈറ്റിലുണ്ട്, പോയി ചെന്ന് കാണ്.